നിലവിലെ ലോകക്രമത്തിൽ അമേരിക്കയ്ക്ക് ഒഴിവാക്കി നിർത്താനാകാത്ത ഒരു സ്ഥാനമുണ്ട്. അമേരിക്കൻ ഭരണകൂടം ആഭ്യന്തരമായി അവരെ സംബന്ധിച്ചായാലും അവരുടെ ആഗോള ബന്ധത്തെ സംബന്ധിച്ചായാലും എടുക്കുന്ന ഏതൊരു തീരുമാനവും നിലവിലെ ലോകഗതിയെ തന്നെ ബാധിക്കും. അമേരിക്കൻ വിവര സാങ്കേതിക വ്യവസായ തൊഴിൽ സേനയിലെ വലിയൊരു സംഖ്യയും ഇന്ത്യക്കാരാണ്. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായെങ്കിലും രണ്ടു കൂട്ടർക്കും ലാഭകരമായൊരു കരാറാണ് ആ തൊഴിൽ ബാന്ധവം. ഇപ്പോൾ പ്രൊഫഷണലുകൾക്കായി പ്രത്യേകം ഏർപ്പെടുത്തിയിരുന്ന H-1B വിസയുടെ നിരക്ക് 1-2 എത്രയോ ഇരട്ടിയായാണ് ട്രംപ് ഭരണകൂടം കൂട്ടിയിരിക്കുന്നത്. ട്രംപിന്റെ പുത്തൻ തീരുമാനത്തിൽ ചകിതരായ അമേരിക്കയിലെ ഇന്ത്യക്കാർ കയറിയ വിമാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ വരെ പ്രചരിക്കുന്നുണ്ട്. പ്രതികാര ചുങ്കത്തിന് പിന്നാലെ ട്രംപ് ഏർപ്പെടുത്തുന്ന H-1B വിസ പരിഷ്കരണം ലോകത്തെ എങ്ങനെ ബാധിക്കും, അതിലുപരി ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? RDX പരിശോധിക്കുന്നു. ആദ്യം RDX റാപ്പ്. പ്രതികാര ചുങ്കത്തിന് പിന്നാലെ H-1B വിസയിലൂടെ അടുത്ത പ്രഹരം. വ്യാപാര യുദ്ധം മാത്രമല്ല, പ്രതിഭകളുടെ കുടിയേറ്റത്തിനും കടിഞ്ഞാണിടുകയാണ് ഡൊണാൾഡ് ട്രംപ്. നിലവിലെ H-1B വിസകളിൽ 70% ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കാണ് ലഭിക്കാറുള്ളത്. വിസ ഫീസ് $1,00,000 ആക്കിയ ട്രംപിന്റെ നടപടി ഏറ്റവും അധികം ബാധിക്കുക ഇന്ത്യക്കാരെയാകും. ഇന്ത്യയുടെ ചിലവ് കുറഞ്ഞ ഔട്ട്സോഴ്സിംഗ് ബിസിനസിന്റെ അടിത്തറയെ തന്നെ ബാധിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. IT കമ്പനികളുടെ ലാഭത്തിലടക്കം കുറവുണ്ടായേക്കുമെന്നാണ് വിലയിരുത്തൽ. അമേരിക്കൻ കമ്പനികൾ ഉയർന്ന വിസ ഫീസിനായി പണം മുടക്കുന്നതിന് പകരം കൂടുതൽ ജോലികൾ ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യാനും സാധ്യത കാണുന്നു. അതിന് ഔട്ട്സോഴ്സിംഗ് നികുതി ഏർപ്പെടുത്തിയാൽ ചിലവ് കുറയ്ക്കാൻ ബദൽ മാർഗങ്ങൾ തേടേണ്ടി വന്നേക്കാം. വിസ ഫീസ് വർധന പ്രാബല്യത്തിൽ വന്നതോടെ പല ഇന്ത്യൻ സ്ഥാപനങ്ങളുടെയും ഓഹരികൾ ഇടിഞ്ഞു. TCS, ഇൻഫോസിസ്, HCL ടെക്, വിപ്രോ, ടെക് മഹീന്ദ്ര തുടങ്ങിയ വൻകിട IT കമ്പനികളുടെ ഓഹരികൾ 6% ഇടിവ് നേരിട്ടു. അമേരിക്കയുടെ നടപടി രാജ്യത്തെ BPO കമ്പനികളിൽ നിയമനമാന്ദ്യം, ശമ്പളം മുടങ്ങൽ, തൊഴിൽ നഷ്ടം എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. രാജ്യത്തെ തൊഴിൽ മേഖലയുടെ വളർച്ച പിന്നോട്ടടിക്കാനും സാധ്യതയുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. എന്താണ് H-1B വിസ എന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. US-ൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദേശികൾക്കുള്ള താൽക്കാലിക നോൺ ഇമിഗ്രൻ്റ് വിസയാണ് H-1B വിസ എന്നറിയപ്പെടുന്നത്. പ്രധാനമായും IT, എഞ്ചിനീയറിംഗ്, ശാസ്ത്രം, ആരോഗ്യ മേഖലകൾക്കായിട്ടാണ്, ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായിട്ടാണ് നൽകുന്നത്. ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ അമേരിക്കയിൽ എത്തിക്കുക എന്നതാണ് അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം. അവരുടേത് വ്യക്തികൾക്ക് വിസയ്ക്ക് അപേക്ഷിക്കാനാകില്ല, പകരം അമേരിക്കയിലെ കമ്പനികൾ അപേക്ഷിക്കണം ഈ വിസയ്ക്ക് വേണ്ടിയിട്ട്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് നിശ്ചിത ശതമാനം വിസ അനുവദിക്കുകയാണ് ഓരോ വർഷവും ചെയ്യുക. തിരഞ്ഞെടുക്കപ്പെടുന്ന ഏകദേശം 85,000 പേർക്ക് പ്രതിവർഷം H-1B വിസ അനുവദിക്കും. 85,000 പേർക്ക്. പുതിയ അപേക്ഷകർക്ക് വാർഷിക വിസ ഫീസായി നൽകേണ്ടി വരിക $1,00,000 ആണ്. $1,00,000. ഇത് ഏകദേശം 88 ലക്ഷം രൂപ ഇന്ത്യൻ രൂപയിലധികം, അതായത് പല മടങ്ങ് അധികം വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. മുൻപുണ്ടായിരുന്ന നിരക്ക് വെറും $1,700 മുതൽ $5,000 വരെ മാത്രമായിരുന്നു. ഒരു 1.5 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെ മാത്രമായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നതെന്ന് നമ്മൾ അറിയുന്നു. വിസ അപേക്ഷകളുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് വരുത്താനും അമേരിക്ക ആലോചിക്കുന്നുണ്ട് എന്നതാണ് പുതിയ മാറ്റം. പുതിയ അപേക്ഷകർക്ക് മാത്രമാണ്. വിസ നിരക്കിൽ വൻ വർധന ഏർപ്പെടുത്തിയതോടെ H-1B വിസ ഉപയോഗിക്കുന്നവരിൽ വലിയ ആശങ്കയുണ്ടായി. അത് US-ന് പുറത്തുപോയ വിസ ഉപയോക്താക്കളോട് ഇന്ന് 9:30 തിരികെ വരാൻ കമ്പനികൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പുതിയ ഫീസ് പുതിയ അപേക്ഷകൾക്ക് മാത്രമാണെന്ന് പിന്നീട് വൈറ്റ് ഹൗസ് വന്ന് വ്യക്തമാക്കിയത് ആ നിലയ്ക്കൊരു ആശ്വാസമായി. രാജ്യത്തിന് പുറത്തുപോയ പഴയ അപേക്ഷകർ ധൃതി പിടിച്ച് മടങ്ങേണ്ട എന്നും വൈറ്റ് ഹൗസ് ഉടനടി ഒരു പേപ്പർ പുറത്തിറക്കുകയായിരുന്നു. അമേരിക്ക അനുവദിക്കുന്ന H-1B വിസ നേടുന്നതിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ് എന്നതാണ് നമ്മൾ അറിയുന്നത്. 2024 അമേരിക്ക അനുവദിച്ച ആകെ H-1B വിസയിൽ 71% നേടിയത് ഇന്ത്യക്കാരായിരുന്നു. ബഹുഭൂരിപക്ഷം പേരും ഇന്ത്യക്കാരാണ്. അമേരിക്കൻ ടെക് കമ്പനികളിൽ വലിയ ശതമാനവും ജോലി ചെയ്യുന്നത് H-1B വിസ വഴിയാണ്. ഇതിൽ തന്നെ വലിയ സംഘം ഇന്ത്യക്കാരുണ്ട്. ഇന്ത്യയിലെ ടെക് ഭീമന്മാരുടെ അമേരിക്കയിലെ പ്രവർത്തനവും ഇതുവഴി താളം തെറ്റുമോ എന്ന ആശങ്ക ആ നിലക്ക് ഉണ്ടായി. അനധികൃത കുടിയേറ്റവും വിസ തട്ടിപ്പുകളും പുതിയ ഫീസ് വർധനയിലൂടെ തടയാമെന്നാണ് ട്രംപ് ഇതിന് കാരണമായി പറഞ്ഞത്. ഒന്നിലധികം അപേക്ഷകൾ തടയുന്നതിലൂടെ മികച്ച തൊഴിലാളികളെ രാജ്യത്തിന് ലഭിക്കുമെന്നും ട്രംപ് കരുതുകയും പറയുകയും ചെയ്യുന്നു. ചെറുകിട കമ്പനികൾക്ക് വൻ കമ്പനികളുമായി മത്സരിക്കാൻ അവസരം ലഭിക്കുമെന്നും വാദം ട്രംപിൻ്റേതായിട്ടുണ്ട്. അമേരിക്കക്കാർക്ക് കൂടുതൽ തൊഴിലവസരം ലഭിക്കാൻ പരിഷ്കരണം വഴിയൊരുക്കുമെന്നുമാണ് വാദം ഉള്ളത്. ഇതിപ്പോൾ ആദ്യമുണ്ടായിരുന്ന ആഘാതം വലുതായിരുന്നു, പക്ഷേ പുതിയ ആളുകൾ മതി ഈ ഇങ്ങനെ ഒരു വലിയ പൈസ കൊടുക്കുന്നതും മറ്റുമൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലക്കൊരു ആശ്വാസം ഉണ്ടായി. പക്ഷേ ഇദ്ദേഹം ഏത് നിലക്കും പെരുമാറുന്ന ഒരാളായതുകൊണ്ടും മറ്റും ആശങ്ക അങ്ങനെ തന്നെ തുടരുകയാണ്. തീർച്ചയായും ഈ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് വണ്ടി തിരിക്കുന്ന ആളാണ് ട്രംപ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പ്രവചിക്കാനാവില്ല എന്നുള്ള ഒരവസ്ഥ. സനീഷ് ഒന്ന് ആലോചിച്ച് നോക്കുക, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പല കമ്പനികളും കഴിഞ്ഞ ദിവസം അത്രമേൽ ഒരു പാനിക് സിറ്റുവേഷനിലേക്ക് ചെന്നപ്പെട്ടു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട കമ്പനികളെ ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് അങ്ങനെ കൊണ്ടുചെന്നിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം വ്യക്തതയില്ല, ഇത് ആർക്കാണ് ഈ ഫീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്, അതായത് നിലവിലുള്ള ആളുകൾക്കാണോ ഫീസ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ആദ്യഘട്ടത്തിൽ വ്യക്തതയില്ല. അപ്പോൾ അവിടെ നിന്ന് യാത്ര ആരംഭിച്ച ജീവനക്കാരെ പല വഴിക്ക് ഇപ്പോൾ ഇന്ത്യയിലേക്കൊക്കെ പുറപ്പെട്ടവരെ തിരിച്ചു വിളിച്ചു കമ്പനികൾ. എത്രയും പെട്ടെന്ന് 9:30 മുമ്പ് തിരിച്ചെത്തണം, US-ൽ എത്തണമെന്ന് ആവശ്യപ്പെടുന്ന സ്ഥിതിയിലേക്ക്
ഈ കമ്പനികളെ കൊണ്ട് അത്രയും ഒരു അങ്കലാപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ട്രംപിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷമാണ് പിന്നെ വിശദീകരണം വരുന്നത്, അല്ല ഇനി പുതിയ അപേക്ഷകർക്കാണ് ഈ സാഹചര്യം ഉണ്ടാവുക, ഇത്രയും പൈസ കൊടുക്കേണ്ടി വരിക എന്നുള്ളത്. ഇതൊരു ലോട്ടറി രീതി പോലെയാണ്. അതായത് ഈ 85,000 H1B വിസകളാണ് അനുവദിക്കുക. അത് എല്ലാ കമ്പനികളും ആവശ്യപ്പെടുന്ന അത്രയും തന്നെ അവർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണിത്. ആത്യന്തികമായി കോർപ്പറേറ്റ് കമ്പനികൾക്ക് വലിയ ലാഭം ഉണ്ടാക്കുന്ന പരിപാടി കൂടിയാണിത്. കാരണം വളരെ കുറഞ്ഞ ചെലവിൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ, ജീവനക്കാരെ അവിടേക്ക് എത്തിക്കാനും അവിടെ ജോലി എടുപ്പിക്കാനും ഒക്കെ കഴിയുന്നു എന്നുള്ള വസ്തുത കൂടിയുണ്ട്. അതുകൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഈ കമ്പനികളെ സംബന്ധിച്ചത് വലിയ പ്രശ്നമാണ്. ഇത് ഈ ട്രംപിൻ്റെ ഇപ്പോഴത്തെ ട്രംപ് ഇപ്പോൾ പറഞ്ഞല്ലോ, അമേരിക്കക്കാർക്ക് കൂടുതൽ അവസരം കിട്ടുന്നതിന് വേണ്ടിയൊക്കെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ആ വാദം അതേപടി തന്നെ, അല്ലെങ്കിൽ ട്രംപിനേക്കാൾ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് എലോൺ മസ്ക്. പക്ഷേ എലോൺ മസ്ക് പറഞ്ഞു, ഇത് ഇങ്ങനെ ചെയ്താൽ ഉള്ള ഒരു കുഴപ്പം, ഇവിടെ മത്സരാധിഷ്ഠിത ക്രമത്തിൽ രാജ്യം പുറകോട്ട് പോകും. കാരണം അമേരിക്കക്കാർക്ക് പ്രയോജനം കിട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അമേരിക്കയിൽ ഇത് ചെയ്യാൻ ഈ നട്ടുമുറുക്കാൻ അറിയുന്നവൻ അമേരിക്കയിൽ വേണമല്ലോ. അതില്ലാതെ അമേരിക്കക്കാർക്ക് പ്രയോജനം ചെയ്യും എന്ന മട്ടിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല, അതിൽ ഇന്ത്യയുടെ ഇതിനകത്തുള്ള ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചല്ലോ. US നിലവിൽ 4 ലക്ഷം H1B വിസക്കാരാണുള്ളത്. അതിൽ 72% ഇന്ത്യക്കാരാണ്. കേരളത്തിൽ നിന്ന് ധാരാളം പേര് പോയിട്ടുണ്ട്. 72% ഇന്ത്യക്കാർ. ഇത് ചുമ്മാ ഇന്ത്യക്കാരെ ചെലവ് കുറവുള്ളത് കൊണ്ട് ഇന്ത്യക്കാരെ മുഴുവൻ കൊണ്ടുപോയേക്കാൻ തീരുമാനിക്കുന്നതല്ല. സാങ്കേതികമായി അത്രയും വിദഗ്ധരായിട്ടുള്ള ആളുകളായതുകൊണ്ട് കൊണ്ടുപോകുന്നതാണ്. മാത്രമല്ല അത്രയും ഹാർഡ് വർക്കിംഗ് ആണ്. നന്നായി പണിയെടുക്കാൻ കഷ്ടപ്പെടാൻ തയ്യാറുള്ള ആളുകൾ കൂടിയാണ് ഇന്ത്യക്കാർ. അതുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് ഇത്രയും കൂടുതൽ H1B വിസകൾ അനുവദിക്കപ്പെട്ടിരുന്നത്. പിന്നെ TCS, ഇൻഫോസിസ് പോലെയുള്ള കമ്പനികളെല്ലാം അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിലേക്കാണ് എന്നുള്ളത് കൊണ്ടും നേരിട്ട് ഇത് ബാധിക്കുക അത്തരം ചില കമ്പനികളെ, ഇപ്പോൾ TCS പോലെയോ ഇൻഫോസിസ് പോലെയോ ഒക്കെയുള്ള കമ്പനികളായിരിക്കും ഇന്ത്യയിൽ ഇത് ബാധിക്കുകയെങ്കിൽ ഇത് അമേരിക്കയിലും പലതരത്തിൽ അതിൻ്റെ അമേരിക്കയുടെ ഉൽപ്പാദനക്ഷമതയെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. മാത്രമല്ല ഇത് ഇദ്ദേഹം എപ്പോഴും ഈ ഫ്രണ്ട്, ഈ അവസാന നിമിഷം പോലും മൈ ഫ്രണ്ട് എന്ന് വിശേഷിപ്പിക്കാൻ പ്രധാനമന്ത്രി കൂട്ടാക്കിയിട്ടുള്ളൂ എന്നുള്ളത് ഓർക്കണം. അദ്ദേഹം അത്രയും ആത്മാർത്ഥത കാണിക്കുമ്പോൾ അതിൻ്റെ പകുതിയെങ്കിലും ആത്മാർത്ഥത ട്രംപ് കൂടി കാണിക്കണമല്ലോ. ഇപ്പോൾ എന്തൊക്കെ മറൈൻ വ്യവസായം വലിയ തകർച്ചയിലാണ്. ഇന്ത്യയിലെ മറൈൻ വ്യവസായം അത് കേരളത്തിലടക്കം വലിയ തകർച്ചയിലാണ്. തുകൽ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ വലിയ തകർച്ചയിലാണ് ഇന്ത്യയിലെ വ്യവസായം പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ടെക്സ്റ്റൈലിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ വലിയ പ്രതിസന്ധിയാണ്. അതിനെ അതിജീവിക്കാൻ തക്കവണ്ണമുള്ള ചില ഇടപെടലുകളും ഒക്കെ നടന്നിട്ടുണ്ട് എങ്കിൽ കൂടി അതുവരെ ഉണ്ടായിരുന്ന ആ ബിസിനസ്സിൻ്റെ ഒരു ഫ്ലോ ആകെപ്പാടെ തകിടം മറിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അങ്ങനെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് ചെന്ന് നിൽക്കുന്ന സാഹചര്യത്തിലാണ് അടുത്ത H1B വിസയുടെ കാര്യത്തിൽ കൂടി ഈ തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് അമേരിക്ക. ഇതിനകത്തൊരു കാര്യമുള്ളത്, ഇനി അമേരിക്കയെ അങ്ങനെ വിശ്വസിച്ച് ട്രംപിനെ വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നതോ അല്ലെങ്കിൽ ട്രംപിൻ്റെ മനസ്സ് മാറാൻ വേണ്ടിയിട്ട് പഴവങ്ങാടിയിൽ തേങ്ങ അടിക്കുന്നതോ അല്ല നല്ലത്. യഥാർത്ഥത്തിൽ മറ്റ് സാധ്യതകൾ തേടുക രാജ്യം എന്നുള്ളത് തന്നെയാണ് ശരിയായ മാർഗം. ഇന്ത്യ അത് തേടി തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും ഇപ്പോൾ GST പരിഷ്കാരം അടക്കം അത്തരം ചില നീക്കങ്ങളുടെ ബാക്കിയാണ് എന്നാണ് കരുതുന്നത്. അങ്ങനെയും സാമ്പത്തിക വിദഗ്ധരൊക്കെ വിലയിരുത്തുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ വരുന്നുണ്ട്. അടുത്ത വിഷയം അതാണല്ലോ. പക്ഷേ ഇത്തരത്തിൽ വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാനുള്ള മറ്റു മാർഗങ്ങളും ഈ കമ്പനികൾ തന്നെ അമേരിക്കയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട വിപണി എന്ന മട്ടിൽ നിൽക്കാതെ മറ്റു സാധ്യതകൾ കൂടി തരണം. തീർച്ചയായും അമേരിക്ക വലിയ വിപണിയാണ്, ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇന്ത്യയുടെ നിലനിൽപ്പിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാളിത്തം വഹിക്കുന്ന വിപണി തന്നെയാണ് അമേരിക്കൻ വിപണി. മറ്റ് സാധ്യതകൾ തേടാനുള്ള മാർഗം കൂടി ഈ സമയത്ത് നോക്കണം എന്നുള്ളതാണ് ഇതിനകത്തുള്ളത്. അതോട് ചേർത്തിട്ടാണ് പറയുന്നത്. അതായത് അപ്പോൾ നിങ്ങളുടെ മറ്റേ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ ചെന്ന് നോക്കി. ചൈന സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ചൈന K വിസ എന്നൊരു വിസ ഇപ്പോൾ ഏർപ്പാടാക്കിയിട്ട് ഈ STEM പരിപാടി ഉണ്ടല്ലോ, ഈ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ഇത്തരം കാര്യങ്ങളുള്ള പ്രൊഫഷണൽസിനെ അങ്ങോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു വിസ, അവർക്ക് 12 വിസ സംവിധാനങ്ങളുള്ളത്. അതിൽ 13ാമതായിട്ട് K വിസ ഏർപ്പാടാക്കിയിരിക്കുകയാണ്. അത് ഈ പറയുന്ന ആളുകളെ കൊണ്ടുപോകാനാണ്. ഒക്ടോബർ 1 മുതൽ അത് നിലവിൽ വരുന്നു. ഇപ്പോൾ വാർത്ത വന്നിരിക്കുകയാണ് പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലെല്ലാം. അപ്പോൾ ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടുണ്ടാകാവുന്ന അവർക്ക് ഉണ്ടാകാവുന്ന ക്ഷീണം, അമേരിക്കയ്ക്ക് ഉണ്ടായേക്കാവുന്ന ക്ഷീണത്തെ ഇപ്പുറത്ത് നേട്ടമായി എടുക്കാം എന്ന് വിചാരിക്കുന്ന ഒരു ബിഗ് പ്ലെയർ അപ്പുറം നിൽക്കുന്നുണ്ട് എന്ന കാര്യം കൂടെയുണ്ട്. പക്ഷേ ഇപ്പോൾ അമേരിക്കയിലെ സാധ്യതകളും സൗകര്യങ്ങളും നോക്കിയിട്ട് അങ്ങോട്ട് പോകാൻ നിന്നിരിക്കുന്ന ഇന്ത്യക്കാരടക്കമുള്ള അല്ലെങ്കിൽ മറ്റു ലോകത്തിലെ രാജ്യത്തിലെ ആൾക്കാരൊക്കെ ഉടനെ മറ്റൊരു ഓപ്ഷൻ നോക്കി പോകുമെന്നൊന്നുമല്ല. പക്ഷേ ഇവിടെ ഇതിനകത്ത് ഈ ഡൊണാൾഡ് ട്രംപ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ആയതിനെ ഈ കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പഴഞ്ചൊല്ല് പലതവണയായിട്ട് ഓർമ്മിപ്പിക്കുന്ന പരിപാടിയാണ് ഇയാൾ പലപ്പോഴായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എലോൺ മസ്ക് തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുള്ളൂ. ഹർഷൻ ഇപ്പോൾ പറഞ്ഞില്ലേ, അതായത് നിങ്ങളിങ്ങനെ ചെയ്താൽ അവർക്ക് നമ്മുടെ രാജ്യത്തിന് നേട്ടം ഉണ്ടാക്കാൻ, അമേരിക്കയെ ഗ്രേറ്റ് അഗെയിൻ ആക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടേക്ക് ആളുകൾ വരാതിരുന്ന അമേരിക്കനെ ക്ഷീണിച്ചു പോവുകയാണ് ചെയ്യുക എന്നുള്ള 1-2 കാര്യങ്ങൾ ഇയാൾ
ഇതിനു മുമ്പും ചെയ്തു. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവിടെ നിന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ നമ്മുടെ മുന്നിലുള്ള വിപണി സാധ്യതകൾ അല്ലെങ്കിൽ മറ്റ് സാധ്യതകൾ എന്താണ് എന്ന കാര്യം നമ്മൾ പരിശോധിക്കുകയും മറ്റും വേണം എന്നൊരു സാധ്യത കൂടിയാണ് തുറന്നു വിടുന്നതെന്ന് തോന്നുന്നു. വിദ്യാഭ്യാസവും കഴിവും ഉണ്ടെങ്കിൽ അമേരിക്കയിലേക്ക് പറക്കാം. കാത്തിരിക്കുന്നത് സ്വപ്ന സമാന സാഹചര്യങ്ങളാണ്. മാസങ്ങൾക്ക് മുമ്പ് വരെ പ്രൊഫഷണലുകളായ മധ്യവർഗ ഇന്ത്യൻ യുവത്വത്തിൽ നല്ലൊരു ശതമാനം പേർ ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചത്. അമേരിക്കൻ സാങ്കേതിക ആധിപത്യത്തിന് ഏറെ കാലമായി ഇന്ധനമായത് ഇന്ത്യക്കാരുടെ പ്രതിഭാ ധാരാളിത്തമായിരുന്നു. 4 ലക്ഷം രൂപ കൊടുത്താൽ കിട്ടുമായിരുന്ന H1B വിസയുടെ വില 80 ലക്ഷമാക്കിയത് ട്രംപിൻ്റെ രാഷ്ട്രീയ തീരുമാനമാണ്. കുടിയേറ്റ വിരുദ്ധതയും വലതുപക്ഷ ലോകബോധ്യവും ചേർന്നുണ്ടായ തൊട്ടുകൂടായ്മയുടെ വിഷം തീണ്ടിയ തീരുമാനം. പരസ്പര വിശ്വാസത്തിൽ പോകേണ്ടതാണ് ഏതൊരു അന്താരാഷ്ട്ര ബന്ധവും. നമ്മുടെ നേതാക്കൾ പുത്തൻ വ്യാപാര കരാർ ചർച്ചകൾക്കായി അമേരിക്കയിലുള്ള സമയത്ത് തന്നെയാണ് ഈ തീരുമാനവും വന്നത്. പകരം വയ്ക്കാനില്ലാത്ത ബൗദ്ധിക മൂർച്ചയുള്ള മസ്തിഷ്കങ്ങളാണ് ഇന്ത്യയുടെ ശക്തി. അതിന് ലോകത്ത് വലിയ സാധ്യതകളുണ്ടെന്നും അമേരിക്കയല്ല ഏകവാതിലെന്നും നമ്മുടെ നേതാക്കൾ മനസ്സിലാക്കട്ടെ. നമ്മുടെ രാജ്യത്തും ഇന്ത്യൻ ബുദ്ധിക്ക് ആകാശതുല്യമായ അവസരങ്ങൾ ഉണ്ടാകട്ടെ.